സംസ്ഥാനം എന്ന നിലയിൽ നമുക്ക് കേന്ദ്ര വിഹിതത്തിൽ അടക്കം വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിന്റെ കാരണം കേന്ദ്രം പറയുന്നുണ്ട്. പക്ഷേ കേരളം അത് നമ്മളെ പ്രതികൂലമായി ബാധിച്ചു എന്നാണ് ഭരണകർത്താക്കൾ പറയുന്നത്. ആ തർക്കം അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ഒട്ടേറെ സാധ്യതകൾ ഉള്ള ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ടൂറിസം. ഈ പ്രളയകാലത്ത് ചെറിയ തിരിച്ചടി നമ്മുടെ ടൂറിസം മേഖലയിൽ നേരിട്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ കോവിഡിന് ശേഷം പൊതുവെ ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണത്തിൽ പോലും വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത്. മലയാളികൾ പോലും എനിക്ക് തോന്നുന്നു ഈ എപ്പോൾ വേണമെങ്കിലും നമ്മളിങ്ങനെയൊന്നും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, കുറച്ചൊക്കെ പുറത്തു പോകണം, കുറഞ്ഞ പക്ഷം കേരളമെങ്കിലും നമ്മൾ കണ്ടിരിക്കണമെന്ന് പൊതുവെ ഈ കോവിഡിന് ശേഷം ആളുകൾ ചിന്തിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. ഈ ബജറ്റിൽ അങ്ങനെ ടൂറിസം മേഖലയ്ക്ക് കാര്യമായ കരുതൽ നൽകിയിട്ടുണ്ടോ? കേരളം പോലെ ഒരു സംസ്ഥാനത്തിന് പ്രതീക്ഷിക്കാവുന്ന എന്തെങ്കിലും ബജറ്റിൽ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് ഒരു മാസം മുമ്പ് തിരുവനന്തപുരത്ത് ധനകാര്യമന്ത്രി വന്നിരുന്നു. ഒരു ബിസിനസ് കോൺക്ലേവിൽ സംസാരിക്കുകയുണ്ടായി. ഞാൻ അതിൽ പങ്കെടുത്തിരുന്ന ഒരു പ്രൈവറ്റ് മീറ്റിംഗ് ആയിരുന്നു. അതിനുശേഷം ആ വന്ദേ ഭാരതിൽ യാത്ര ചെയ്ത ദൃശ്യമായിരുന്നു എന്ന് തോന്നുന്നു. ആ ദിവസം തന്നെ ഇതൊരു സ്വകാര്യ മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിംഗിൽ അവര് ഒരു കാര്യം പറഞ്ഞത്, ഈ ടൂറിസത്തിന്റെ സമയത്തോളം ധനമന്ത്രിക്ക് തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്രേ കേരളത്തിന് വലിയ സാധ്യതകളുണ്ട്. ഞാൻ ഇപ്പോഴത്തെ ഈ ബഡ്ജറ്റിലെ പല കാര്യങ്ങളിലും യോജിപ്പുള്ള ആളാണ്. ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് അവർ പറഞ്ഞതിന് തുടർച്ചയായിട്ടാണ്. അവരെന്ന് പറഞ്ഞ ഒരു കാര്യം, ബാലി എന്ന് പറയുന്ന ഇന്തോനേഷ്യയിലെ ഒരു ചെറിയ സ്ഥലം കേരളത്തിലെ ഇടുക്കിയുടെ അത്രയേ ഉള്ളൂ. അവർക്ക് കോടിക്കണക്കിന് രൂപയാണ് ടൂറിസത്തിൽ കിട്ടുന്നത്, ഒരു പ്രത്യേക ഇനത്തിൽ. അതെന്താണെന്ന് പറഞ്ഞാൽ ബിസിനസ് ടൂറിസം. ബിസിനസ് ടൂറിസം എന്ന് പറയുമ്പോൾ ബിസിനസ് കോൺഫറൻസുകൾ, ബിസിനസിൻ്റെ മറ്റ് മീറ്റിങ്ങുകൾ നടത്തുന്നതിൻ്റെ കൂട്ടത്തിൽ അവർ ഇവിടെയുള്ള അലൈഡായിട്ടുള്ള ടൂറിസം പ്രോഡക്ട്സ് ശ്രദ്ധിക്കും. അങ്ങനെയാണ് ബാലിയിൽ നടക്കുന്നത്. അത്രയും അങ്ങനെ ഉണ്ടെങ്കിൽ ധനമന്ത്രിയുടെ വ്യക്തിപരമായ അഭിപ്രായം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള ഒരു ഏരിയയാണ് അത്രയും ബിസിനസ് ടൂറിസം. ഞാനത് പ്രത്യേകം എടുത്തു പറയാൻ കാര്യം, ഇന്നത്തെ ബഡ്ജറ്റ് സ്പീച്ചിൽ ആ ബിസിനസ് ടൂറിസത്തിന്റെ കാര്യം കേരളം പറയാതെ അവർ പറഞ്ഞപ്പോൾ അതിൽ എന്ത് തരത്തിലുള്ള ഇതാണെങ്കിലും ഇവിടെ കൂടുതൽ സഹായം ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ് അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയായാലും മറ്റതാണ്. ഈ ടൂറിസത്തെ പറ്റി വരുമ്പോൾ ടൂറിസം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ പ്രൊഫഷണലായിട്ട് ഉപയോഗിക്കാമെങ്കിൽ കേരളത്തിൽ വൻ സാധ്യതകളുണ്ട്. കാരണം കേരളത്തിന് തനതായിട്ട് ഒരുപാട് ടൂറിസം പ്രോഡക്റ്റുകളുണ്ട്. ഈ ബിസിനസ് ടൂറിസം മാറ്റിവെച്ച ബിസിനസ് ടൂറിസവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞിരുന്നാൽ ഹെൽത്ത് ടൂറിസത്തിൽ ആയുർവേദ ടൂറിസം, ഇക്കോ ടൂറിസം, ഫെസ്റ്റിവൽ ടൂറിസം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഇനങ്ങളിൽ സാധ്യതകളുണ്ട്. ബിസിനസ് ടൂറിസത്തോടൊപ്പം ഇന്ന് ധനമന്ത്രി ഒരു വാക്ക് പ്രത്യേകം എടുത്തു പറഞ്ഞ് പിൽഗ്രിം ടൂറിസം. പിൽഗ്രിം ടൂറിസം ആയാലും കേരളത്തിന്റെ സാധ്യതകൾ അനന്ത സാധ്യതകളുണ്ട്. ഈ ടൂറിസത്തിന്റെ ഒരു പ്രത്യേകത, ടൂറിസം ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് എ ബണ്ടിൽ ഓഫ് പ്രൊഡക്ട്സ്. ബണ്ടിൽ ഓഫ് പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിന് വരുന്നവർക്ക് നല്ല ടൂറിസം പാക്കേജ് ഉണ്ടാക്കാമെങ്കിൽ അവർ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. എന്തിനേറെ പറയുന്ന ഇതിന് രണ്ട് സെഗ്മെന്റ് ആയിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് ഡൊമസ്റ്റിക് ടൂറിസ്റ്റ്, ഇപ്പൊ കേരളത്തിൽ നിന്ന് ആളുകൾ വെളിയിലേക്ക് പോകുന്ന കാര്യം പോലെ ഇന്ത്യയുടെ നാനാഭാഗത്തുള്ളവർ പണ്ടേ തന്നെ കേരളം ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും വരും. അവർ വരുന്നതിന് ഒരു പർപ്പസ് ഉണ്ടാക്കുന്ന കൂടെ വെറും സൈറ്റ് സീയിങ് അല്ല. ഇവിടെ അവർക്ക് പ്രത്യേക തരത്തിലുള്ള യുണീക്കായിട്ടുള്ള ഐറ്റംസ് കിട്ടുന്നുണ്ട്. അമേരിക്കയിലൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പുതിയ ടൂറിസം ഉണ്ട്, സ്ലീപ്പ് ടൂറിസം. ഉറങ്ങാൻ വേണ്ടി മാത്രം ചില സ്ഥലങ്ങളിൽ പോവുക. അന്നേരം അങ്ങനെയുള്ളതിനും കേരളം പറ്റിയ സ്ഥലമാണ്. അങ്ങനെ കേരളത്തെ സംബന്ധിച്ചോളം ഈ ടൂറിസത്തിന്റെ സാധ്യതകൾ ഉപയോഗിക്കാമെങ്കിൽ വളരെ വളരെ അപ്പൊ കേരളത്തിൽ സംസാരിക്കുന്ന ടൂറിസം തന്നെ പറയുമ്പോൾ ഒരുപക്ഷെ മൂന്നാർ പോലെയുള്ള പ്രദേശങ്ങളിൽ കൃത്യമായി ഹില്ലി ഏരിയകളിൽ ഏറ്റവും നല്ല ക്ലൈമറ്റിൽ ബിസിനസ് മീറ്റുകൾ നടത്താം. അതല്ല എങ്കിൽ ഈ നിരവധി തീരപ്രദേശം, ഇവിടെ തിരുവനന്തപുരത്ത് ഒരു പ്രൊജക്ട് വരുന്നുണ്ട്, ആക്കുളത്തൊരു സ്വകാര്യ പ്രൊജക്ട് ഈ കാര്യത്തിനും എക്സ്ക്ലൂസീവായിട്ട് വരുന്നുണ്ട്. NRI ആണ് അത് കൊണ്ടുവരുന്നത്. NRI കൊണ്ടുവരുന്നെങ്കിൽ ഒരു കേരളത്തിനെ പറ്റി വലിയ ഇൻട്രസ്റ്റ് ഉള്ളത് കേരളീയ പ്രൊജക്ട് ഒക്കെ വരുമ്പോൾ കൂടുതൽ എഫക്റ്റീവ് ആകുമായിരിക്കും. അന്നേരം അങ്ങനെ വരുന്നവരെ സംബന്ധിച്ചോളം അവരിങ്ങനെ നിരന്തരമായി ആളുകൾ വരുന്ന കേരളം ഇതിന് പറ്റിയ ഒരു സ്ഥലമാണെന്ന് വരുന്നുണ്ടെങ്കിൽ കേരളത്തോടൊപ്പം തന്നെ സബ്സിക്വന്റ് ആയിട്ട് നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്തെടുക്കാം. എന്തിന് ഏറെ പറയുന്നത് ഇവിടുത്തെ ഹാൻഡിക്രാഫ്റ്റ്സ് പോലും, അത് ഹാൻഡിക്രാഫ്റ്റ്സ് ആയാലും ഹാൻഡ്ലൂം ആയാലും കയർ പ്രോഡക്ട്സ് ആയാലും ഒക്കെ നമുക്ക് പരിചയപ്പെടുത്താൻ. അതെ, അത് ഒരു പക്ഷേ ഈ റീസെന്റ് ആയി നമ്മളിപ്പോൾ അയോധ്യ വിഷയത്തെ അതൊരു വിശ്വാസത്തിന്റെ വിഷയമായി തന്നെ കാണുന്നുണ്ട്.
അയോധ്യ എന്ന പ്രദേശം ഒരു പുരോഗതിയും ഇല്ലാതിരുന്ന ഒരു പ്രദേശമാണ് എന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. അതൊരു പക്ഷേ ആ തർക്കത്തെ തുടർന്നാകും. പക്ഷേ അവിടേക്കൊരു ക്ഷേത്രം വരുമ്പോൾ അതൊരു വിശ്വാസികൾക്ക് മാത്രം ദർശിച്ചു പോകാവുന്ന ഇടമല്ല. അവിടെ കരകൗശല കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നു, അവിടെ കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് വലിയ മാർക്കറ്റ് ഉണ്ടാകുന്നു, സംഗീത നിശകൾ ഉൾപ്പെടെ നടത്തുവാനുള്ള സംവിധാനം ഉണ്ടാകുന്നു, ഫ്ലോട്ടിംഗ് ഹോട്ടലുകൾ വരുന്നു. അതായത് ഈ സരയൂ നദിയുടെ തീരത്ത് ആരതി ഒഴിയുന്നത് മാത്രമല്ല, അതിലൂടെ ബോട്ടിൽ യാത്ര ചെയ്യുക, ഒഴുകുന്ന നൗകകൾ എന്നതൊക്കെയാണ്. അതാണ് പ്രയോജനപ്പെടുത്താൻ ഉത്തർപ്രദേശ് തയ്യാറെടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരം അതേ സാധ്യത അല്ലെങ്കിൽ അതിലേറെ സാധ്യത നമുക്കുണ്ട് എന്നാണോ പറഞ്ഞു വെക്കുന്നത്? ഒരു വിശ്വാസി അല്ലെങ്കിലും എനിക്ക് ഈ സാഹചര്യം അനുസരിച്ച് 2 മാസം മുമ്പ് ഈ അയോധ്യയിൽ പോകേണ്ടി വന്നു. ഈ അയോധ്യയിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം യാത്ര ചെയ്ത് സരയുവിന്റെ തീരത്ത് വരെ പോയ സമയത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാര്യം എന്താണെന്നറിയാം, എങ്ങനെ ടൂറിസം പ്രൊമോട്ട് ചെയ്ത്, ഞാൻ അതാണ് പിൽഗ്രിം ടൂറിസം പ്രൊമോട്ട് ചെയ്ത് ഒരു സ്ഥലത്തെ വികസിപ്പിക്കാനാവും, എങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പം ഒന്നും ആയിട്ടില്ല, 2-3 വർഷം എടുക്കുമെന്നാണ് തോന്നിയത്. ഇതേപോലെ അന്ന് എനിക്ക് തോന്നിയതാണ് ഈ കേരളത്തില് ഈ കാര്യത്തില് വരാൻ. പക്ഷെ ഒന്ന് കാര്യം ഞാൻ എടുത്തുകൂടെ പറയട്ടെ, ഈ BJP സർക്കാരിന്റെ കാര്യമന്ത്രി അവതരിപ്പിച്ച കാര്യങ്ങൾ കേട്ടപ്പോഴും തന്നെ എനിക്ക് പറയണമെന്നുള്ളൊരു കാര്യമുണ്ട്. ഈ അവരെ ഒരു വിശ്വാസ പ്രമാണം കൊണ്ട് ഈ ശാസ്ത്രത്തിനെയും യുക്തിയെയും മറികടന്ന് ഈ കാര്യങ്ങളിൽ പോയാൽ വലിയ കുഴപ്പവും വരും. കാരണം നമ്മൾ ജീവിക്കുന്ന ഒരു കാലത്ത് നോളജ് എക്കണോമിയുടെ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡേറ്റാ സയൻസസ് എന്നൊക്കെ തന്നെ വളരെ കൂടുതൽ ഉപയോഗിച്ച് അവിടെ കൂടെ നമ്മൾ വളരെ വലിയ പുരോഗതിയിലേക്ക് പോവുകയാണ്. അത്തരം വിശ്വാസ പ്രമാണങ്ങളിൽ ഈ പറഞ്ഞ പിൽഗ്രിം ടൂറിസം എന്നുള്ള നിലയിൽ സോളറായി അല്ലാതെ ആ വിശ്വാസങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസങ്ങളിൽ ചില തെറ്റായിട്ടുള്ള കാര്യങ്ങളിൽ പോയാൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വരുത്തുകയാണെങ്കിൽ അവിടെ വലിയ കുഴപ്പമാണ്. അവിടെ നമുക്ക് യോജിപ്പിക്കാനൊക്കെ. ഈ ടൂറിസത്തിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക പ്രദേശത്തിന് ഡെവലപ്പ് ചെയ്തെടുത്ത കേരളത്തെ നമ്മുടെ സ്വന്തം ടൂറിസം മാത്രം കേന്ദ്രീകരിച്ച് വളരെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാം. അതിന് പണത്തിന്റെ ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് അവിടെ വേണ്ടിവരും. പക്ഷേ ഒരു കാര്യമുള്ളത്, ഈ സർക്കാരിനെ സംബന്ധിച്ചോളം കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരായാലും വളരെ കൂടുതൽ പ്രൊഫഷണൽ ആയിട്ട് ഇതിനെ സമീപിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു ദോഷമാണ്. ഇപ്പൊ കേരളത്തിലുള്ള ടൂറിസംകാർ പറയും ഞങ്ങൾ ന്യൂയോർക്കിൽ ചെന്ന് നിന്നാൽ കേരളം ടൂറിസത്തിനെ പറ്റി കാണാം, അവിടെ രണ്ടും എഴുതി കാണിക്കുന്നതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. അന്നേരം അതല്ലാതെ നല്ല പാക്കേജുകൾ ഡെവലപ്പ് ചെയ്ത് ഒരുപാട് പ്രൊഡക്റ്റുകൾ, ഒരു ബണ്ടിലെ പ്രൊഡക്ട്സിനെ വെച്ചിട്ട് അതിനെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ സാധ്യതകളുണ്ട്. ആ ഒരു ഒറ്റ കാര്യത്തിൽ മാത്രമേ ഈ ബഡ്ജറ്റിൽ കാണുന്നുള്ളൂ. അല്ലാതെ നമ്മൾ നോക്കിയാൽ നമ്മൾ ഈ ബഡ്ജറ്റിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മറന്നുകൂടാത്ത ഒരു വർഗമുണ്ട്. 50% പേര് കേരളത്തിൽ ഇന്ത്യയുടെ കണക്കനുസരിച്ച് ദാരിദ്ര്യത്തിലാണ്. അവരുടെ മൊത്തം വരുമാനത്തിന്റെ 4% അവർക്കുള്ളത്. അതാണ് വലിയ വികസനങ്ങളൊക്കെ പറയുമ്പോഴും 80 കോടി ഉപഭോക്താക്കൾക്ക് ഞങ്ങൾ റേഷൻ നൽകുന്നു എന്ന് പറയുമ്പോൾ റേഷൻ കൊടുത്താൽ ആഹാരം കൊടുത്താൽ മതി, ആഹാരമാണ് കാര്യം. അവർക്ക് വരുമാനം ഉണ്ടാവണ്ടേ? ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചോളം, ഒരു പ്രത്യേക പ്രദേശത്തെ സംബന്ധിച്ചോളം അവിടുത്തെ അകത്ത് ദരിദ്രരായിട്ടുള്ളവരായാലും ആരൊക്കെയായാലും ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ വേണം. വിദ്യാഭ്യാസമായാലും ആരോഗ്യമായാലും തൊഴിലായാലും ഉണ്ടാവണം. ആഹാരം വസ്ത്രം പാർപ്പിടം പിന്നത്തെ കാര്യമാണ്. പണ്ട് പറയുന്നതാണ് ആഹാരം വസ്ത്രം പാർപ്പിടം. നമ്മളൊരു പരിഷ്കൃത സമൂഹത്തില് വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കാൻ പറ്റുമോ? അവരെ സംബന്ധിച്ചോളം ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയുള്ള പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ ഉണ്ടാകാൻ പറ്റുമോ? അവർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുമോ? അവർക്ക് സാമൂഹ്യ സുരക്ഷ കൊടുക്കാൻ പറ്റുമോ? അത്തരം കാര്യങ്ങൾക്കാണ് പോകേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ കർഷകരെ സംബന്ധിച്ചോളം കർഷകരുടെ അകത്ത് ഈ ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോൺഫറൻസ് ആൻഡ് ഡെവലപ്മെന്റ്, എക്കണോമിക് ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് അസിസ്റ്റൻസ് ആൻഡ് ഡെവലപ്മെന്റ്, അവരുടെ ഒരു കോൺഫറൻസിൽ കണ്ടതാണ് 54 രാജ്യങ്ങൾ പങ്കെടുത്തതിൽ അഗ്രികൾച്ചർ സെക്ടറിന് വേണ്ടി ഏറ്റവും കുറവ് പണം നീക്കിവെച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ആണ് ഇങ്ങനെ ഒരു ബജറ്റ് അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറയുന്നത് ജൂലൈയിൽ വിശദമായ ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള പ്രഖ്യാപനങ്ങൾ അവർ അവിടെയാണോ കരുതി വെച്ചിട്ടുള്ളത്? അങ്ങനെ ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ അവർക്ക് തന്നെ സാധിക്കുമോ? ഇനി ആരാണ് അധികാരത്തിൽ വരിക? അതൊക്കെ കണ്ടറിയേണ്ട ഒന്ന് തന്നെയാണ്. ബജറ്റുമായി